में अनेका हालेलुया हम उनके लिए उनको स्वागत करेंगे। प्रभु का दास हम आपको स्वागत करते हैं। प्रभु आपको बहुताय से आशीष देने पाए। आगे का समय पूरा हम आपको देते हैं। प्रभु आपको इस्तेमाल करे। കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. प्रभु का अति पवित्र नाम को महिमा मिलने पाए और धन्यवाद कहता हूँ। ഒരു പ്രാവശ്യം കൂടെ ദൈവജനത്തോട് ഒരുമിച്ച് കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുവാൻ തന്ന സാവകാശത്തിനായി സ്തോത്രം. एक बार और आपके बीच में आकर प्रभु की महिमा करने के लिए अवसर दिया। मैं परमेश्वर को धन्यवाद करता हूँ। കർത്താവ് നമ്മെ ഭൂമിയിൽ ശേഷിപ്പിച്ച വലിയ കരുണയ്ക്കായി സ്തോത്രം. प्रभु अभी तक हमको ये धरती पर बचा कर रखा, ये प्रभु की बहुत महा करुणा है, दया है। ഈ ലോകത്തിൽ പിന്നെയും കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന്റെ സൗരഭ്യം മണക്കുവാൻ അവിടുന്ന് പിന്നെയും സാവകാശം തന്നല്ലോ. प्रभु की हालेलुया इत्तर का वजन का इत्तर का हालेलुया खुशबू हालेलुया फैलाने के लिए प्रभु ने अभी तक हमको बचाया। हम प्रभु को धन्यवाद करते हैं। ഈ രാത്രിയിലും കർത്താവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കട്ടെ. आज रात को प्रभु की पवित्र वचन का जो प्रकाश है पवित्र आत्मा प्रकाश करने पाए। ഇങ്ങനെ ഒരു മുഖാന്തരം കർത്താവിന്റെ ദാസന് കർത്താവ് കൊടുത്ത നല്ല ആലോചനയ്ക്കായി നന്ദി പറയുന്നു. आज का इस अवसर के लिए मैं परमेश्वर को बहुताई से गहराई से धन्यवाद करता हूँ। നമുക്ക് ഉള്ള സമയത്തിൽ കർത്താവ് നമുക്ക് തന്ന ആ സ്വർഗീയാലോചന കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. जो समय हमको मिला है उस हम जल्दी जल्दी प्रभु का वचनों को हम ध्यान करेंगे। യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ാമത് വാക്യം വായിക്കാം. यूहन्ना का सुसमाचार उसका 11 अध्याय उसका 28वां वचन हम पढ़ेंगे। यह कहकर वो चली गई और अपनी बहन मरियम को बुलाकर चुपके से कहा, गुरु यही है और तुझे बुलाता है। आमीन। താങ്ക് യു. എന്നെ ചിന്തിപ്പിച്ച എന്റെ ഹൃദയത്തിൽ കർത്താവ് ഓർമ്മപ്പെടുത്തിയ വചനം, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. मुझे जो प्रभु ने जो वचन दिया है वो यही है, गुरु यही है और तुझे बुलाता है। നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന്റെ കൃപ ലഭിച്ച ഓരോ ദൈവമക്കളോടും ഈ ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു, നമ്മുടെ ഗുരു ആരാകുന്നു? जो लोग प्रभु यीशु मसीह पर विश्वास करते हैं, प्रभु का वचन पढ़ते हैं, उन लोगों से परमेश्वर की आत्मा पूछ रहा है, आपका गुरु कौन है? നമ്മൾ വിശ്വസിക്കുന്ന, നമുക്ക് വിശ്വസിക്കുവാൻ തിരുവെഴുത്തും പരിശുദ്ധാത്മാവും സഹായമായി തീർന്ന നമ്മുടെ ഗുരു കർത്താവായ യേശു ക്രിസ്തുവാണ്. हालेलुया। सर्वशक्तिमान परमेश्वर के साथ हमको जुड़ाया हुआ, हमको पवित्र वचन दिया, पवित्र आत्मा को दिया। प्रभु यीशु मसीह है जो हमारा गुरु। ആ കർത്താവ് നമുക്ക് രക്ഷയെ തന്നു, അവൻ നമുക്ക് രക്ഷകനായി തീർന്നു, അവൻ നമ്മുടെ അവന്റെ ജീവനെ നമുക്ക് തന്നു, അവൻ നമ്മുടെ ജീവനായകനായി തീർന്നു. അങ്ങനെ പിതാവായ ദൈവം നമുക്ക് പിതാവായി തീർന്നതിനും അവൻ തന്ന പുത്രത്വത്തിനും നമുക്ക് നന്ദിയോടെ ആയിരിക്കാം. हमारा यीशु मसीह का जीवन हमको देने की वजह से वो हमारा रक्षक, हमारा उद्धार करता और परमेश्वर के साथ हमारा मिलमिलाप किया और पिता परमेश्वर हमारा पिता बन गया। ഈ സുവിശേഷത്തിൽ ഈ 11-ാം അധ്യായത്തിൽ ലാസറിന്റെ മരണത്തെ കുറിച്ച് ഒരുപക്ഷെ നാം വായിച്ചിരിക്കാം, നാം കേട്ടിരിക്കാം, നമുക്ക് ഒരു അറിവുണ്ടായിരിക്കാം. ये 11वां यूहन्ना 11 अध्याय में हम लाजर के बारे में हम सुनते हैं और उसके बारे में हम पहले सुन चुके हैं। ഈ കുടുംബം യേശുവിനെ സ്വീകരിച്ച കുടുംബമായിരുന്നു. ये जो परिवार है यीशु मसीह को अपनाया हुआ लोग थे। യേശുവിന്റെ സ്നേഹം ആ കുടുംബം അനുഭവിച്ച കുടുംബമായിരുന്നു. यीशु मसीह का प्रेम को वो परिवार चखा हुआ लोग थे। ആ കുടുംബത്തിന് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു ബന്ധം യേശുവുമായി കഴിഞ്ഞ നാളുകളിൽ സ്ഥാപിക്കപ്പെടുവാനിടയായി. यीशु मसीह के साथ उनका अति गहरा एक संबंध कभी भूल नहीं सकता, उस तरीके का एक संबंध उनके जीवन में होता था। അവരുടെ എല്ലാ ബലത്തിന്റെയും ഏറ്റവും വലിയ ഒരു ശക്തി തന്നെയായിരുന്നു യേശു. उनका जीवन का सबसे बड़ा सामर्थ्य प्रभु यीशु मसीह ही था।
ഈ അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൻ്റെതായ ആ സഹോദരിമാരുടെ സാക്ഷ്യം. वो जो बहनों का जो गवाही है हम इस वचन में हम पढ़ सकते हैं. തങ്ങളുടെ സഹോദരൻ മരണാസന്നനായപ്പോൾ അവർ യേശുവിന്റെ അടുക്കിലേക്ക് ആളിനെ അയച്ചു. जब उनकी भाई लाजर जब बीमार हो गया तो उन्होंने यीशु मसीह के पास संदेश भेजा, आपका दोस्त लाजर बीमार है करके. വളരെ ദൂരെ ആയിരുന്നിട്ടും 2 നാളുകൾ യാത്ര ചെയ്ത് എത്തേണ്ട അത്രയും ദൂരെ ആയിരുന്നിട്ടും ആ സഹോദരിമാർ വളരെ പ്രത്യാശയോടെ സ്നേഹത്തോടെ യേശുവിന്റെ അടുക്കൽ വിവരമറിയിച്ചു. बहुत 2 दिन का रास्ता दूर था प्रभु यीशु मसीह, फिर भी उन्होंने यीशु मसीह के सामने खबर भेजा. പക്ഷേ യേശു 2 ദിവസം കഴിഞ്ഞിട്ടും യേശു വന്നില്ല. എങ്കിലും ആ സഹോദരിമാർ വളരെ പ്രതീക്ഷയോടെ അവനെ കാത്തിരുന്നു. यीशु मसीह जैसे कहना मिला, समाचार मिला, लेकिन यीशु मसीह तुरंत नहीं आया. वो प्रभु की इच्छा था, लेकिन ये बहन लोगों के बारे में बोलेगा तो वो लोग यीशु मसीह की इंतजार करते ही रहा. 2 നാൾക്ക് ശേഷം ലാസർ മരിച്ചു പോകുവാനിടയായി. जब कहना भेजा 2 दिन के बाद ये जो लाजर है इनके भाई गुजर चुके थे. ലാസർ മരിച്ച വിവരം യേശു തന്റെ ശിഷ്യന്മാരോട് പങ്കിടുന്നത് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. यीशु मसीह को लाजर मर जाएंगे करके पहले मालूम था. ये बात प्रभु वहीं जब इनकी बीमारी के बारे में समाचार मिला उसी टाइम अपनी चेलों को वो कहता है. അങ്ങനെ യേശു അവിടെ നിന്ന് വീണ്ടും യേശുവും തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്ത് ഈ വാത്സല്യ സഹോദരിമാരുടെ അടുക്കൽ ഈ ഗ്രാമത്തിൽ ആ ഭവനത്തിൽ എത്തുമ്പോൾ 4 ദിവസമായിരുന്നു. यीशु जब इनकी घर जब पहुंच गया, ये बहनों के पास जब पहुंचा तो 4 दिन बीत चुके थे. ഈ ലാസർ മരിച്ചിട്ട് 4 നാൾ കഴിഞ്ഞു എന്ന് സഹോദരിമാരുടെ സാക്ഷ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ये बहन लोग प्रभु के सामने रोते हुए बताता है, प्रभु जी लाजर अभी खत्म होकर 4 दिन हो गया करके बताता है. അങ്ങനെ യേശു ആ ഗ്രാമത്തിൽ വന്നു എങ്കിലും ആ വന്ന സ്ഥാനത്ത് താൻ നിൽക്കെ ആദ്യം തന്നെ എതിരേറ്റ് ചെന്നത് മാർത്തയാണ്. यीशु मसीह जब इनकी गांव के पास आए तो उनको स्वीकार करने के लिए, यीशु मसीह को स्वीकार करने के लिए उनका जो बहन है मार्था पहुंच गया. നാം ഒന്ന് നമ്മുടെ ആത്മാവിൽ ആ സന്ദർഭം ഒന്ന് കാണുവാനിടയായെങ്കിൽ अपने विचार में वो जो बात है, यीशु मसीह को मार्था दूर से रोते हुए गिड़गिड़ाते हुए स्वीकार करते हुए वो जो सीन थोड़ा हम विचार कीजिए. ആ കുടുംബത്തിൽ മാതാപിതാക്കൾ ഉള്ളതായിട്ട് നമ്മളെ തിരുവെഴുത്ത് കാണിക്കുന്നില്ല. ये बहनों को माता पिता है करके हम वचन से नहीं पढ़ पा रहा है. കുടുംബത്തിൽ ഈ സഹോദരനും 2 സഹോദരിമാരും ഉള്ളതായി തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ये परिवार में एक भाई है, 2 बहन है करके हम जान सकते हैं. ആ കുടുംബത്തിന്റെ എല്ലാ ബലമായിരുന്ന, എല്ലാ ആശ്രയവും, എല്ലാ പ്രതീക്ഷയുമായിരുന്ന സഹോദരനാണ് പെട്ടെന്ന് ദേഹവിയോഗം കൊണ്ട് അവരുടെ മധ്യത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. वो जो घर का जो आश्रय था ये बहनों के लिए, वही भाई है, वो बीमार के द्वारा गुजर चुका है. ആ സുവിശേഷത്തിന്റെ ആ 11-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവ് ആ കുടുംബത്തെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന്. हम देख सकता है प्रभु यीशु मसीह हालेलुया इस परिवार से बहुत प्रेम किया करके देख सकता है. യേശുവിന്റെ സ്നേഹമറിഞ്ഞ, യേശു സ്നേഹം അനുഭവിച്ച ആ കുടുംബത്തിന്റെ ഒരു ആൺ തുണ മാറ്റപ്പെട്ടപ്പോൾ ആ കുടുംബത്തിൽ 2 സഹോദരിമാർ മാത്രം ശേഷിച്ചു. जब उनकी एक ही अकलौता जो आश्रय था, जो कुटुंब का एक लड़का वो भी गुजर चुका, तो ये दोनों बहन अकेला हो गया. സഹോദരൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ വലിയ ബലമാണെന്ന് നമുക്കറിയാം. एक पुरुष या एक भाई एक घर का मुख्य माना जाता है. അങ്ങനെയെങ്കിൽ ഇന്ന് ആ കുടുംബത്തിന് സകല പ്രതീക്ഷയും അറ്റുപോയെന്ന് ഒരുപക്ഷെ സമൂഹം മുഴുവൻ പറയും. आज उस कुटुंब को देखकर उस समय समाज का लोग कहेगा तुम्हारा परिवार तितर बितर हो गया और अनाथ हो गया करके कहेगा. സഹോദരന്മാർക്ക് ആരുമില്ല എന്നൊരു പക്ഷേ സമൂഹം പറയും. लोग दुनिया बोलेगा तुम्हारी घर को तो कोई है ही नहीं करके कहेगा. ഇതെല്ലാം സാധാരണ സംഭവിക്കുന്നതാണ്.
ये तो साधारण रीति से ये बोलचाल तो होते हैं, പക്ഷെ ഇവിടെ വേറൊരു വിശേഷതയുണ്ട്. അവർ യേശുവിനെ സ്വീകരിച്ച കുടുംബമാണ്. लेकिन बाकी लोगों से जो घर से बैठकर ये परिवार यीशु मसीह को अपनाया हुआ लोग थे. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത് ഏറ്റവും വലിയതായി ഉയർത്തുന്ന ഒരു വിഷയമാണ്. യേശുവിനെ അറിഞ്ഞ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സമൂഹത്തിൽ വലിയ വാർത്തയാണ്. हम आज भी देख सकता है जो यीशु मसीह को पाया हुआ लोगों को जीवन में कुछ भी घटना हो जाता है तो लोग उसको बहुत बड़ी बात माना जाता है. ഇത്രയും വലിയ തകർച്ച, ദുഃഖം, ഭാരം സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഈ സഹോദരിമാർക്ക് അവരുടെ മുഖത്തിന്റെ നിന്ന വായിച്ചറിയാൻ കഴിയും. हालेलुया. ये उस समाज को ये हम देखेगा तो उनका बातों को सुनकर ये बहन लोग कितनी परेशान है करके हम पढ़ सकते हैं. മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിച്ച സന്തോഷിച്ച നാളുകൾ. हम जब दूसरे को टोकर मारकर लोगों को बात को ना मानते हुए परमेश्वर का पवित्र वचन को विश्वास करते हुए स्वीकार किया हुआ उस दिने ഈ യേശുമതി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്വീകരിച്ചില്ലേ, ഇന്ന് എന്തായി എന്ന് ചോദിക്കുന്ന മുഖങ്ങളെ അവർക്ക് ചുറ്റും കാണാം. यीशु के पीछे से जाने की वजह से तुम्हें क्या मिला है करके हालेलुया लोग इधर उधर से बोल रहा है. യേശു उണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാമായി എന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുടെ മുഖം കാണാം. यीशु है तो सब कुछ मिला करके तुम पहले बड़े बातें बताते थे करके लोग उनको पूछता है. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ എന്ന് ചോദിക്കുന്നവരെ കേൾക്കാം. लोग बोलेगा तू तो कह रहा था प्रभु यीशु मसीह परमेश्वर है करके वो स्वर्ग से उतर आया है, लेकिन अभी तेरे लिए कहाँ है करके लोग आपको पूछा जाता है. അവൻ മാത്രമാണ് ഏക സത്യ ദൈവമെന്ന് നിങ്ങൾ വീട്ടിൽ മുഴക്കിയില്ലേ എന്ന് ചോദിക്കുന്നവരുടെ ശബ്ദം അവർക്ക് കാതുകളിൽ കേൾക്കാം. आप तो बड़े कह रहा था वही एक सच्चा परमेश्वर करके आप कह रहे थे करके लोगों को मालूम था. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നും ഇത് തന്നെ നമ്മളുടെ ജീവിതത്തിലും സത്യമല്ലേ? आज हमारे जीवन में भी यही बात होते रहता है, आप जानते हो. നമ്മുടെ ജീവിതത്തിലും എല്ലാവരുടെയും ജീവിതത്തിലും പോലെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ഇന്ന് നമ്മളുടെ ഏക ആശ്രയവും പൂർണ്ണ ആശ്രയവുമായി യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നു. हालेलुया. आज भी हालेलुया कुछ भी हमारे जीवन में दुर्घटनाएं परेशानियां जब आते हो हम पूर्ण रूप से प्रभु के सामने गिड़गिड़ाते हैं, हम रोते हैं. യേശു സൗഖ്യമാക്കും. हमारा यीशु चंगाई देने वाला है. യേശു സമാധാനം തരും. यीशु शांति देगा. യേശു നമ്മെ വിടുവിക്കും. यीशु हमें छुटकारा देगा. യേശു നമുക്ക് വഴി കാട്ടിത്തരും. यीशु हमें हालेलुया रास्ता बताएंगे. ഇങ്ങനെ പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ നമുക്കിന്ന് സാക്ഷ്യം പറയുവാനുണ്ട്. हालेलुया. इस तरीके का बहुतेरे बात हमारे जीवन में गवाही है. ഇങ്ങനെ പറയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും നമുക്ക് ധൈര്യം തരുന്നതും ദൈവത്തിന്റെ പരിശുദ്ധ വചനമാണ്. ऐसा बोलने के लिए जो धीरज देता है प्रभु की पवित्र वचन है. ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണെന്നും ये जो हम पढ़ते हैं जिस पर हम विश्वास करते हैं पवित्र बाइबल प्रभु का स्थिर वाला हमेशा स्थिर रहने वाला वचन है. ഞങ്ങൾ വിശ്വസിക്കുന്ന ഏക സത്യ ദൈവമാണ് സർവശക്തനെന്നും നമ്മെ ദൈവത്തിന്റെ ആത്മാവ് ധൈര്യം പകർന്ന് ബലപ്പെടുത്തുന്നുണ്ട്. हमको धीरज देता है, जिसको उपासना हम करते हैं वही इकलौता परमेश्वर है कर हम देखते हैं सर स्वर्ग के नीचे मानव के बीच में एक ही नाम है, वो यीशु का नाम है करके हम पुकार कर कहते हैं. അതുകൊണ്ട് തന്നെ ലോകത്തോട് വിളിച്ചു പറയും, ഞങ്ങളുടെ യേശു ഉണ്ടെങ്കിൽ മതി. इसलिए हम पुकार के कहते अगर यीशु है तो सब कुछ है करके हम कहते हैं. കണ്ണുമടച്ച് നമ്മൾ പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയും, എന്റെ യേശു സർവശക്തനാ. हम आंख बंद करके हालेलुया विश्वास के साथ दुनिया को पुकार कर हम कहते हैं मेरा यीशु सर्वशक्तिमान है. അവൻ ഞങ്ങളെ വിടുവിക്കും. वो हमें छुटकारा देगा. അവൻ ഞങ്ങളെ രക്ഷിക്കും. वो हमें उद्धार करेगा. അവൻ ഞങ്ങളുടെ ജീവനാണ്. वो हमारा जीवन है. അവൻ ഞങ്ങൾക്ക് വേണ്ടി സകല പ്രവൃത്തിയും ചെയ്യുന്നവനാ. वो हमारे लिए सब कुछ कार्य करेगा. ഞങ്ങളുടെ ബൈബിളിന്റെ വചനമുണ്ട്, അവൻ ഞങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല കൈവിടുകയുമില്ല എന്ന്. पवित्र वचन हमको बताता है वो तुम्हें कभी नहीं छोड़ेगा ना कभी त्यागेगा. എന്നാൽ ദൈവത്തിന്റെ ജനമേ, നമ്മുടെ നിത്യജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ
അതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകാതിരിക്കുമ്പോൾ ഈ സഹോദരങ്ങളെ പോലെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം എന്ത് ചെയ്യുന്നു എന്ന് ലോകത്തിന്റെ ചോദ്യം കേൾക്കേണ്ടി വരും. कभी कभी जब हमारी जीवन में कोई बात आ जाता है, उसमें से हमको हम जल्दी छुट नहीं पाता, तो दुनिया हमको जैसे लाजर की घर बहन लोगों से दुनिया पूछा गया, उस तरीके का सवाल और गलत शब्दों को हम कभी कभी सुनना पड़ता है. ഇത്രയും പറയുവാൻ കാരണം ആ മാർത്തയുടെ മുഖത്ത് നോക്കിയാൽ അവളുടെ ദുഃഖത്തിന്റെ ഭാരം നമുക്ക് വായിച്ചറിയാൻ കഴിയും. हालेलुया. हम अगर देखेगा तो हालेलुया, मार्ता का मुंह को देख यीशु मसीह को स्वीकार करने के लिए आया. मार्ता का मुंह को देखेगा तो उनका दुख को हम पढ़ सकते हैं. ആർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത അത്ര വലിയ ദുഃഖമുണ്ട്. कोई भी दुनिया का लोग तसल्ली ना दे सकता, इतनी बड़ा दुख उनकी चेहरे पर है. ലോകപരമായി അവരുടെ സകല പ്രതീക്ഷയും അണഞ്ഞുപോയി. दुनिया की तरफ से हर एक आशाएं खत्म हो गया. ആ കുടുംബത്തിന്റെ നടുംതൂണ് ഒടിഞ്ഞുപോയി. उस परिवार का जो नींव था वो टूट गया. യേശു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ പേര് കേൾക്കുമ്പോൾ അവർ അധികം ദുഃഖിക്കുവാനും തകരുവാനും ഇടയായി തീർന്നു. वो जब यीशु उनके बीच में उनकी बात को सुनकर आया करके जब उनको पता चला तो उनको और दुख आ गया. അങ്ങനെ മാർത്ത യേശുവിന്റെ അടുക്കൽ വന്നു. तब मार्ता यीशु मसीह के करीब आया. വന്നപാടെ യേശുവിനെ കണ്ട് അവൾ കാൽക്കൽ വീണിട്ട് പറയുന്ന കാര്യം തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. हम वहां देख सकता है यीशु मसीह को चरणों में घुटना टिका हुआ मार्ता के बारे में हम देख सकता है. നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. वो गिड़गिड़ा कर बताता है, अगर आप यहाँ होता है तो हमारा भाई नहीं मरता. അതേ വാർത്ത മറിയയും യേശുവിനോട് പറയുന്നുണ്ട്. वही समाज वही सेम बात को उनका बहन मरियम भी यीशु मसीह से कहता है. ആ മാർത്തിയെയും മാറ്റി ആ മറിയയെയും മാറ്റി നമ്മളെ നിർത്തിയാലും നമ്മളും ഇത് തന്നെ യേശുവിനോട് പറയും. अगर मारिया और मार्ता का बदले में अगर हम भी है तो हम भी यही यीशु से कहना था. യേശുവെ നീ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് സൗഖ്യം വരുമായിരുന്നു. यीशु अगर आप हमारे पास होता तो हमारा भाई चंगा होता, मैं चंगा होता. അവിടുന്ന് തക്ക സമയത്ത് വന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിടുതൽ അനുഭവിക്കാമായിരുന്നു. आपके सही समय पर हमारे पास अगर आता तो हम छुटकारा जरूर पाता था. അവിടുന്ന് വന്നിരുന്നു എങ്കിൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമായിരുന്നു. अगर आप सही समय पर आता है तो पिताजी हालेलुया हम चंगा पाता. എന്റെ യേശുവെ നീ ഞങ്ങൾ ഇത്രയും സ്നേഹിച്ച നീ വന്നിരുന്നു എങ്കിൽ ഈ സമൂഹം ഞങ്ങളെ നിന്ദിക്കയില്ലായിരുന്നു. पिताजी अगर आप समय पर हमारे घर में आता तो ये दुनिया हमको इतना निंदा नहीं करता. ഇന്ന് ഞങ്ങൾ നിന്ദയുടെയും പരിഹാസത്തിന്റെയും നടുവിലായി തീർന്നത് നീ വരുവാൻ താമസിച്ചത് കൊണ്ടാണ്. पिताजी आज जो लोग हमारी टट्टा करते हैं, लोग हमारी निंदा करते हैं, आपकी देरी की वजह से है करके. ആ സഹോദരിമാരുടെ കണ്ണിനെ തുടയ്ക്കുവാൻ ഒരു കരങ്ങൾക്കും സാധ്യമല്ല. दुनिया का कोई मनुष्य उस बहनों का आंसू को नहीं पोंछ सकता. ഈ തിരുവെഴുത്തിൽ യേശു പഠിപ്പിക്കുന്ന വലിയൊരു മർമ്മമുണ്ട്. इस सुसमाचार में यीशु हमको बताने वाला समझाने वाला एक बहुत बड़ा भेद है. മാർത്തയോട് യേശു ഇങ്ങനെ പറയുന്നു, मार्ता से यीशु इस तरीके से कहता है, നിന്റെ സഹോദരൻ ജീവിക്കും. तुम्हारा भाई जी उठेगा. അതെ, അതിന്റെ 22ാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. उसका 22वां वचन में इस तरीके से कहता है. മാർത്ത യേശുവിന്റെ മറുപടിക്ക് മുൻപിൽ പറയുന്നു, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് യാചിച്ചാലും അത് ലഭിക്കുമെന്ന് ഞാൻ അറിയുന്നു. मार्ता यीशु से कहता, अभी भी मैं जानती हूं कि जो कुछ तू परमेश्वर से मांगेगा परमेश्वर तुझे देगा. പക്ഷേ യേശു പറയുന്ന മർമ്മത്തിലേക്ക് അവൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. लेकिन यीशु जो उनको जवाब जो देता, जो भेद है उस पर वो पहुंच नहीं पाता करके हम देख सकता है. ആ കുടുംബത്തെ ഏറ്റവും സ്നേഹിച്ച യേശു, उस परिवार से सबसे ज्यादा प्रेम किया हुआ यीशु, ആ സ്നേഹം കൊണ്ട് തന്നെ യേശു തന്റെ സഹോദരന്റെ ലാസർ എന്ന് പറയുന്ന സഹോദരന്റെ മരണം വരെയും യേശു താമസിച്ചു എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. यीशु मसीह इतना लेट हो गया, वो जो उनका जो भाई लाजर है मरा और 4 दिन हो चुका था.
പക്ഷെ യേശുവിന്റെ കൂടെ വന്ന ശിഷ്യന്മാരോട് യേശു മുൻപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. हम यीशु मसीह अपने चेलों के जब उनको मृत्यु के बारे में यीशु को आत्मा में पता चला तो उनको बताया, मैं लाजर को जगाने जा रहा हूं. ലോകത്തിൽ ജനിച്ച നാം ആകുന്ന മനുഷ്യർക്ക് മരണം അവസാനമാണ്. दुनिया का लोगों को मृत्यु एक आखिरी बात है. അതിന്റെ അപ്പുറത്തേക്ക് കടക്കുവാനുള്ള കഴിവും ശക്തിയും വിശ്വാസത്തിന്റെ ധൈര്യം പോലും നമുക്കില്ല. हालेलुया. उससे आगे बढ़ने का जो सामर्थ्य है, किसी विश्वास का धीरज भी हमारे अंदर कमी हो जाता है. ഇന്ന് നമ്മളുടെ മുമ്പിൽ നമ്മളുടെ മധ്യത്തിൽ മരണം സംഭവിച്ചാൽ പിന്നെ നമ്മൾ ആരും പറയുകയില്ല ഇന്ന് ആ മരിച്ച വ്യക്തി ജീവിക്കുമെന്ന് പറയുകയില്ല. हम लोगों को सामने अगर कोई भी व्यक्ति अगर मर जाता तो हम कभी ये नहीं कहेगा वो मरा हुआ व्यक्ति जिएगा करके कभी नहीं कहता है. അത് പറയുവാൻ അവകാശവും അധികാരവും പ്രാപിച്ചവൻ ഒരുവനാണ്, അവൻ നമ്മുടെ കർത്താവാണ് യേശു ക്രിസ്തു. उसके लिए सिर्फ वही बोल सकता है जो जिलाने वाला प्रभु यीशु मसीह. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. हमारा प्रभु यीशु मसीह ने कहा है, मैं ही हूँ पुनरुत्थान और जीवन. അങ്ങനെയാണെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു മർമ്മം യോഹന്നാന്റെ സുവിശേഷം കൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. यूहन्ना का सुसमाचार से हमको धीरज देने वाला एक अच्छे वचन है. ലോകത്തിന്റെ ബുദ്ധിയിലും ശക്തിയിലും വിശ്വസിക്കുന്നതിനേക്കാൾ ഉയർന്ന ഒരു വിശ്വാസത്തെ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. दुनिया का जो विश्वास से भी बढ़कर एक विश्वास प्रभु की वचन हमको बताता है. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. जो प्रभु यीशु मसीह पर जो विश्वास करता है वो चाहे मर भी शारीरिक रूप से मर भी जाए वो जीवित रहेगा. എന്ന് പറഞ്ഞാൽ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. उधर बताता है मृत्यु और पुनरुत्थान का सामर्थ्य हालेलुया कुंजियां मेरे हाथ में है. ഇത് പറയുവാൻ അധികാരം പ്രാപിച്ചവനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നമ്മളുടെ യേശു കർത്താവ്. इतना बोलने का धीरज पाया हुआ और अधिकार पाया हुआ सर्वशक्तिमान परमेश्वर है जो हमारा प्रभु यीशु मसीह. വചനം ഓർക്കണം, ഗുരു വന്നിട്ടുണ്ട്. हमने शुरू में जो पढ़ा हुआ वचन है ये गुरु आया हुआ है. അവന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്. उनके हाथ में एक कुंजियां है. അടഞ്ഞതിനെ തുറക്കുവാൻ അവൻ അധികാരമുണ്ട്. बंधे हुए बातों दरवाजों को खोलने के लिए इनके अंदर अधिकार है. നഷ്ടമായി പോയ അതിനെ മടക്കി വരുത്തുവാൻ അവന് കഴിവുണ്ട്. जो नष्ट नुकसान पहुंच गया उसको वापस देने का सामर्थ्य वो रखा है. ഏത് വിശ്വാസവും ഇല്ലാതായി പോയാൽ വീണ്ടും അതിനെ പുനരുത്ഥാനം കൊടുക്കുവാൻ അവൻ അധികാരമുണ്ട്. जो खत्म हो गया, जो नष्ट हो गया, उसको वापस लाने का सामर्थ्य रखा हुआ है. അവനാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് ഏറ്റുപറയുവാൻ ഉണ്ട്. वो है हमारा परमेश्वर है करके हमको गवाही देने के लिए है. നാം വിശ്വസിക്കുന്നതും വിളിച്ചു പറയുന്നതും ഇന്ന് നമ്മളുടെ അന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ हम जो भी बातें प्रभु के सामने गिड़गिड़ाते हैं जो हमारी रोज का रोटी के लिए ही केवल है, तो അന്നന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ മാറിപ്പോകാൻ വേണ്ടിയാണ് യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്. एक रोज का जो परेशानियां मुश्किलें जो हमारे सामने आता है उसी को हटाने के लिए अगर हम प्रार्थना केवल करता है तो ലോകവും അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിക്കും. दुनिया का पूरा ही लोग अपने जीवन में इसी के लिए ही प्रार्थना करता है. വ്യത്യസ്തമായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. इसमें से अलग हमको विचार देने वाला एक बात यीशु ने बोला, मैं ही हूँ पुनरुत्थान और जीवन. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തുടക്കത്തിൽ തന്നെ യോഹന്നാൻ പറയുന്നു, यूहन्ना का सुसमाचार का शुरू में ही यूहन्ना कहता है അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. उन पर जीवन था. യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, यीशु यूहन्ना का सुसमाचार 10 पे कहता है, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. मैं इसलिए आया कि वो जीवन थे और तुम बहुताई से जीवन पाए. ഈ അധ്യായത്തിൽ യേശുവിന്റെ ഭാഷ ഞാൻ പറഞ്ഞാൽ ये अनेक अध्यायों में यीशु का जो भाषा है അത് നമ്മൾ പറയുകയാണെങ്കിൽ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന തിരുത്തുന്ന ഒരു മർമ്മമുണ്ട്. वो
सुसमाचार हमको बताने वाला एक भेद है क्या? ആ മരണത്തിന്റെ വാർത്ത നിങ്ങൾ അങ്ങ് മറന്നു കളയുക. मृत्यु के बारे में आप भूल जाओ. ഈ സഹോദരിമാർ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി. यहाँ देखो बहन लोग कहता है, ए गुरु हमारा भाई मर गया. കർത്താവ് മരണത്തെ കുറിച്ച് ചോദിക്കുന്നേ ഇല്ല. वहां यीशु मसीह मृत्यु के बारे में बताता ही नहीं है. സുവിശേഷത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ബൈബിൾ പറയുന്നു ദൈവം ജീവനാകും. हालेलुया. पवित्र वचन में शुरू से लेके अंदर तक कहता है परमेश्वर जीवन है. ഞാൻ തന്നെ ജീവനും ശക്തിയും ജീവനും സത്യവും വഴിയുമാകുന്നു. यीशु बोलता है मैं ही हूं मार्ग, मैं ही हूं जीवन, मैं ही हूं सच्चाई. അപ്പൊ ഇതാണ് നമ്മെ ഏറ്റവും കൂടുതലായി ലോകത്തിൽ നിന്നും വേർപെടുത്തുന്ന ദൈവരാജ്യത്തിന്റെ മക്കളാക്കി തീർക്കുന്ന മർമ്മം. हमारा जो दुनिया का लोगों से जो अलग करने वाला भेद यही है, जो प्रभु यीशु मसीह पर जो विश्वास करता है उनका मार्ग, उनका सत्य, उनका जीवन यीशु ही है. ലോകത്തിലുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. दुनिया का लोगों का सबसे बड़ा डर है मृत्यु का डर. യേശു ഇന്ന് തന്റെ മക്കളെ ധൈര്യപ്പെടുത്തുന്ന കാര്യമുണ്ട്. നിങ്ങൾ മരണമെന്ന ചർച്ച നിങ്ങൾ വിട്ടുകളയുക. यीशु का जो वचन का धीरज के द्वारा जो मृत्यु का जो सोच है हमारे मन से निकालिए. കാരണം നിങ്ങൾക്ക് മരണം നീക്കി ഞാൻ ജീവനെ തന്നിരിക്കുന്നു. यीशु ने बोला मैं मृत्यु को हटाकर तुम्हें जीवन दे रहे हैं. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചു കഴിഞ്ഞില്ലേ? मैंने आपके लिए मर गया. നിങ്ങളുടെ ജീവന് വേണ്ടി ഞാൻ എന്റെ പ്രാണനെ വെച്ചു കൊടുത്തു. तुम्हारे जीवन के लिए मैं अपनी प्राण को दे दिया. അതുകൊണ്ട് നിങ്ങൾ എൻ മൂലം ജീവിക്കും. इसलिए तुम मेरे द्वारा जीवित रहोगे. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ വായിച്ച വചനം നമ്മെ പഠിപ്പിക്കുന്നത്, आज जो हमने पढ़ा हुआ वचन हमको यही शिक्षा देता है. വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. हम ये वचन सुनने वाले एक एक लोगों से यही पूछना चाहिए, എന്റെ ഗുരു വന്നിട്ടുണ്ടോ? आपकी गुरु आपके पास आया है क्या? എന്റെ യേശു എന്റെ അടുക്കൽ വന്നിട്ടുണ്ടായെങ്കിൽ, आपकी यीशु आपके पास आया है क्या? എന്റെ യേശു എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായെങ്കിൽ, मैं आपकी यीशु आपके घर में अगर आया है तो എന്റെ കൺമുമ്പിലെ ചില ആവശ്യങ്ങൾ നടന്നിട്ടില്ല എങ്കിലും, तुम्हारे आंखों के सामने कुछ एक बातों को पूरा ना हुआ फिर भी, ഒരുപക്ഷെ നിന്നയും പരിഹാസവും എന്നും കേൾക്കേണ്ടി വരുന്നു എങ്കിലും, कुछ निन्ना और टट्टा लोगों को हालेलुया बेइज्जती की बातों को कभी सुनना पड़ता भी होता. ഇന്നത്തെ വിഷയത്തിൽ വലിയ അത്ഭുതമോ അടയാളമോ നടന്നില്ല എങ്കിലും, हालेलुया आज का विषय में हो सकता है कुछ हालेलुया बातें ना हुआ होगा, फिर भी പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തരുന്ന ഒരു ഉറപ്പും വിശ്വാസവുമുണ്ട്. पवित्र आत्मा हमको देने वाला एक धीरज है, एक सच्चाई है. എന്റെ ഗുരു വരും. मेरा गुरु आएगा. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ മഹത്വം വെളിപ്പെടുത്തും. अगर वो हमारे बीच में आए तो वो अपनी महिमा को हमारे बीच पे प्रकट करेगा. അതുകൊണ്ട് തന്നെ നമ്മളുടെ സഭായോഗങ്ങളുടെ അവസാനം ആശീർവാദത്തിൽ ഇങ്ങനെ പറയുവാൻ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. इसलिए हमारा जो संगति के आखिरी में इस तरीके का आशीर्वाद हम बोलते हैं, കർത്താവേ അവിടുന്ന് വരണമേ. प्रभु जी आप जल्दी आना. അവൻ വന്നാൽ എന്റെ സകല പ്രശ്നങ്ങൾക്കും അവൻ ഉത്തരമാണ്. अगर वो यीशु मसीह हमारे पास आया तो आपकी जीवन का हर एक बात का हालेलुया जवाब मिलेगा. അതുകൊണ്ട് യേശുവാണ് നമ്മുടെ മറുപടി. इसलिए यीशु है हमारा जवाब. ലോകത്തിന്റെ ബുദ്ധി കൊണ്ട് നമ്മളുടെ മുമ്പിൽ സംഭവിക്കുന്ന ഒരു ചെറിയ വിഷയത്തിന്റെ പരിഹാരമല്ല നമ്മളുടെ മറുപടി. दुनिया का लोगों का छोटे से बुद्धि से जो मिलता जवाब नहीं हमारा जवाब. ഒരുപക്ഷെ നമുക്ക് സൗഖ്യം വന്നാലും പിന്നീട് രോഗം വരാം. अगर हम आज चंगा पाए फिर भी कल हमारे को भी हम बीमार हो सकता है. ലാഭം വന്നാൽ പിന്നീട് നഷ്ടമുണ്ടാകാം. बिजनेस में अभी थोड़ा सा लाभ हुआ, वो फिर भी देखना आगे हमको नुकसान आ सकता है. ഒരുപക്ഷെ നമ്മൾ ഉയർന്നാൽ പിന്നീട് നമുക്ക് താഴ്ന്നു പോകാം. अगर हम थोड़े से आगे बढ़े तो आगे फिर हम नीचे को आ सकता है. ഇതെല്ലാം നമുക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിലും സംഭവിക്കുന്നതാ. ये तो पूरी दुनिया में भी होते रहता है. പക്ഷെ തന്റെ മക്കളായി തീർന്നവർക്ക് മാത്രമുള്ള വാഗ്ദത്തമാണ് പുനരുത്ഥാനവും ജീവനും. लेकिन उन पर आश्रय पाने वाला परमेश्वर को संतान को केवल मिलता है पुनरुत्थान और जीवन. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
प्रेरितों को काम 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം 14 अध्याय उसका 15वां वचन हमको ये बताता है. പൗലോസ് പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ച യേശുവിങ്കലേക്ക്, ദൈവത്തിങ്കിലേക്ക്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ സുവിശേഷം. वहां ये लिखाता है कि तुम्हें सुसमाचार सुनाता है कि तुम इन व्यर्थ वस्तुओं से अलग होकर जीवित परमेश्वर की ओर विरो, जिसने स्वर्ग और पृथ्वी और समुद्र और जो कुछ उनमें है बनाया. ആ വാക്യത്തിലെ വലിയൊരു മർമ്മം എന്നെ ഓർമ്മപ്പെടുത്തത് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. वहां इस वचन में ये भेद है, जीवित परमेश्वर की ओर मुड़ो. അതെ, അവൻ എന്റെ ഗുരുവാണെങ്കിൽ അവൻ ജീവനാ. अगर आप जीवित परमेश्वर की उपासना करते, आपकी गुरु वो है तो वो जीवित है. ഗുരു വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്റെ ജീവൻ വന്നിട്ടുണ്ട്. अगर आपके पास यीशु आ गया तो आपका गुरु आए तो वो जीवित खुदा है. അങ്ങനെയാണെങ്കിൽ നാം പ്രാപിച്ചത് ജീവനാണ്. हम जो प्राप्त किया परमेश्वर का जीवन है. നിത്യ ദൈവമായ ദൈവത്തിന്റെ ജീവനാണ് നമുക്ക് അവൻ പകർന്നു തന്നിരിക്കുന്നത്. सच्चा परमेश्वर का जो जीवन है वही हमको प्रभु ने बताया है. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, इसलिए जो स्वर्गीय पुकार का भागीदारी लोगों, ഇന്ന് ഉറപ്പിക്കേണ്ട, ഹൃദയത്തിൽ പിന്നെയും സന്തോഷത്തോടെ ഏറ്റുപറയുവാൻ ഒരു വചനം ദൈവം തന്നിട്ടുണ്ട്. आपकी दिल में हालेलुया हमेशा रखने का एक वचन प्रभु ने दिया है. അവന്റെ ജീവൻ എന്നിൽ അവൻ പകർന്നിരിക്കുന്നു. उनका जीवन आप पर उन्होंने दिया है. യേശു എന്നിൽ വന്നപ്പോൾ അവന്റെ ജീവൻ എന്നിൽ അവൻ സ്ഥാപിച്ചു. यीशु जब आपके पास आए तो उनकी जीवन उन्होंने आप पे पास दे दिया. എന്റെ മരണ ഭയം അവൻ നീക്കി. इसलिए मेरे मृत्यु का डर को उन्होंने दूर कर दिया. മുഴു ലോകവും മരണത്തെ ഭയപ്പെടുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് മരണത്തെ ഭയപ്പെടാൻ ആവശ്യമില്ല. पूरी दुनिया जब मृत्यु से डरते हैं, परमेश्वर के लोगों को मृत्यु से डरने की जरूरत नहीं है. എഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. सुसमाचार हमको ये शिक्षा देता है, हम मृत्यु से बढ़कर प्रभु की जीवन में आया हुआ है. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ സന്തോഷിക്കുവാൻ ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് മാത്രമേ അവകാശമുള്ളൂ. ये जो खुशियों को पाने के लिए जो यीशु मसीह का द्वारा जो छुटकारा पाया हुआ, सिर्फ उन्हीं लोगों को ही केवल है. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, पहला तेस्सलोनिकियों का किताब 4 अध्याय में प्रेरित पौलुस ये याद दिलाता है. 14-ാമത് വാക്യം മുതൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. उसका 14 वचन से हमको ये याद दिलाता है, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. यीशु मरा और जी उठा. ഇത് നാം വിശ്വസിക്കുന്നു എങ്കിൽ, अगर हम ये विश्वास करता है तो യേശു മുഖാന്തരം അവനോടുകൂടെ നമ്മെയും ജീവിപ്പിക്കും. वैसे ही परमेश्वर उन्हें भी जो यीशु मसीह में सो गए उसको भी साथ ले आएगा. അതുകൊണ്ട് അതിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, उसका 16 वचन में पौलुस ये याद दिलाता है, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. जो प्रभु में सोया है वो पक्का जी उठेगा. അതുകൊണ്ട് നമുക്ക് മരണമല്ല നമ്മളുടെ സംസാര വിഷയം. इसलिए मृत्यु नहीं है जो हमारा बातचीत. ഇവിടുത്തെ യാതൊരു നഷ്ടസംഗതികളുമല്ല ദൈവത്തിന്റെ ജനത്തിനൊരു ഭാരമായി തീരുന്നത്. यहाँ का जो भी नुकसान बात नहीं जो परमेश्वर के लोगों के लिए जो बोझ है. ലോകത്തിൽ എല്ലാവർക്കും പോലെ നമുക്ക് നഷ്ടവും ഉണ്ടാകാം, ലാഭവും ഉണ്ടാകാം. दुनिया के लोगों की तरह से हमको हो सकता है नुकसान भी आ सकता है, हालेलुया लाभ भी हो सकता है. എന്നാൽ ലോകത്തിന് എത്തിപ്പെടുവാൻ കഴിയാത്ത ഒരു വാഗ്ദത്തം അവൻ നമുക്ക് തന്നിട്ടുണ്ട്. जो दुनिया नहीं पहुंच सकता है, एक बहुत बड़ा वायदा प्रभु ने हमको दिया है. നാം ജീവകിരീടം പ്രാപിക്കും. हम जीवन का मुकुट पाएगा. അപ്പോൾ എവിടെയും വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നാം ജീവൻ പ്രാപിക്കുമെന്നുള്ളതാണ്. ये हर एक जगह प्रभु का वचन हमको ये याद दिलाते हैं, हम जीवन पाएंगे, जीवन पाएंगे. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഓർമ്മപ്പെടുത്തുന്നു,
तेस्सलोनियों का पत्र 4 का 17 वचन हमको ये बताता है, ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. हम जो जीवित और बचे रहेंगे उनके साथ बादलों पर उठा लिया जाएंगे कि हवा में प्रभु से मिले, और इस रीति से हम सदा प्रभु के साथ रहेंगे. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. इस रीति से हम सदा प्रभु के साथ रहेंगे. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ വരയിട്ട് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. आज रात को प्रभु की पवित्र वचन में आपको हालेलुया चमत्कारी के साथ देखने का एक वचन है, ഇങ്ങനെ ഞാൻ എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കും. इसी रीति से हम सदा प्रभु के साथ रहेंगे. എന്റെ ഗുരു എന്നിൽ വന്നു, आपकी गुरु आपके पास आया है, അവൻ ആത്മാവായി വന്നു, वो आत्मिक तौर से आया, അവൻ ജീവനായി വന്നു, वो जीवन के द्वारा आया, അവൻ നിത്യതയുടെ വെളിച്ചമായി വന്നു, वो अनंत जीवन का प्रकाश बन के आया, നിത്യവാഗ്ദത്തത്തിന്റെ പ്രകാശമായി വന്നു, वो वायदा का ज्योति बन के आया, പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തമായിട്ട് വന്നു. प्रभु परमेश्वर का वायदा को लेके आया. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവനോട് കൂടെ ആയിരിക്കും. उसके द्वारा मैं हमेशा उनके साथ रहेंगे. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. पौलुस यहाँ बताने वाला एक बात है, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിക്കണം. इस वचन के द्वारा तुम आपस शांति पाए रहे. യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നമ്മൾ ആശ്വസിക്കേണ്ടത് ലോക ജനത്തോടു കൂടെയുള്ള ആശ്വാസമല്ല. ये परमेश्वर की पवित्र वचन हमको शिक्षा देता है, दुनिया की छोटी छोटी बातों से नहीं हम दूसरे को शांति दिलाना. എന്നാൽ ലോകത്തിന് ഉറപ്പിച്ചു തരുവാൻ കഴിയാത്ത വാഗ്ദത്തം നമ്മുടെ യേശു നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിനോട് പറയുന്നു. यीशु जो दुनिया जो नहीं दे सकता, जो पवित्र शक्ति सामर्थ्य प्रभु हमारे अंदर दे रहे. ഞാൻ വന്നത് നിങ്ങൾക്ക് പുനരുത്ഥാനവും ജീവനും നൽകുവാൻ. मैं इसलिए आया तुम्हें पुनरुत्थान और जीवन देने आया हूं. സഹോദരങ്ങളെ, നമുക്ക് യേശുവിൽ വിശ്വസിക്കുവാൻ അവൻ ഇടയാക്കിയെങ്കിൽ, आशीषो, अगर आपको यीशु मसीह पर अगर विश्वास करने का अगर वो मौका दिया है तो, ഈ യേശുവാണ് എന്റെ ദൈവവും എന്റെ കർത്താവും എന്ന് ഏറ്റുപറയുവാൻ ഇടയായെങ്കിൽ, अगर आपने अपने मुंह से कहा यही यीशु है मेरा प्रभु और मेरा उद्धारकर्ता करके अगर आपने बोला है तो, ലോകത്തിൽ ശേഷിച്ചിരിക്കുന്ന മരണത്തിന്റെ ഭയം നമ്മളുടെ ഉള്ളിൽ ഇനി ഉണ്ടാകരുത്. जो दुनिया के लोगों के अंदर जो मृत्यु का जो भय है वो हमारे अंदर कभी नहीं होना चाहिए. നമ്മളുടെ പ്രാണൻ പോയാലും നമ്മൾ ജീവിക്കും. हमारा जो शरीर से जो प्राण अगर हट भी गया हम हमेशा जिंदा रहेंगे. ഈ മറിയയുടെ അടുത്ത് നിന്ന് യേശു പറഞ്ഞതിന്റെ മർമ്മം ഉണ്ട്. ये मरिया के पास आकर यीशु ने बोला हुआ एक बात का हालेलुया एक भेद है, ഞാൻ വന്നത് ഉയർപ്പിക്കുവാൻ വന്നതാണ്. मैं इसलिए आया हूं, जिलाने के लिए आया हूं. നിങ്ങൾ എന്നോട് ചോദിച്ചത് സൗഖ്യം മാത്രമാണ്. तुम मेरे से सिर्फ चंगाई को मांगा है. ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ച എന്റെ മുമ്പിൽ സൗഖ്യമാണോ വലുത്? आकाश और पृथ्वी को बनाया हुआ मेरे सामने केवल एक छोटा चंगाई नहीं. ചെറിയ കാര്യങ്ങളെ ഇന്ന് ചോദിച്ച് അത് ലഭിക്കുമ്പോൾ നാം നന്ദി പറയാറുണ്ട്. छोटे छोटे बातों को जब हमारे जीवन में जब हम पाते हैं तब हम प्रभु को धन्यवाद कहते हैं जरूर. പക്ഷെ യേശു പറയുന്നു, എനിക്ക് മാത്രം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ജീവനാണ്. यीशु यहाँ कहता है सिर्फ मैं ही आपको कर सकता है, वो है हमेशा की अनंत जीवन. കാരണം ഞാൻ തന്നെ ജീവനാകും. इस क्योंकि केवल मैं ही हूं जीवन. അവനെ കർത്താവും രക്ഷിതാവുമെന്ന് നാം ഏറ്റുപറഞ്ഞിരിക്കുന്നു എങ്കിൽ, आप उनको अपना उद्धारकर्ता अपने स्वामी अपनी प्रभु करके माना है तो, ഏക സത്യ ദൈവമെന്ന് വിശ്വസിക്കുവാൻ ഇടയായി എങ്കിൽ, अगर वही एक एकलौता परमेश्वर करके आप विश्वास करता है तो, അവൻ സർവശക്തിമാൻ എന്ന വചനം നമ്മെ കേൾപ്പിച്ചിരിക്കുന്നു എങ്കിൽ, वो सर्वशक्तिमान है करके प्रभु की पवित्र वचन आपको शिक्षा देता है तो, നിശ്ചയമായും അവന്റെ വാഗ്ദത്തത്തിൽ നമുക്ക് അവൻ ഉറപ്പിച്ചു തന്നിട്ടുണ്ട്, നമ്മെ അവൻ ഉയർപ്പിക്കും. उसी वचन के द्वारा प्रभु हमको बताता है हमको प्रभु जिलाएगा.
അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തിയ വചനം നിങ്ങളുമായി പങ്കിടുവാനിടയായി. आज रात को परमेश्वर ने मुझे याद दिलाया वो वचन मैंने आपके साथ बांटा गया। യേശു എന്നിലും നിങ്ങളിലും വന്നിരിക്കുന്നു എങ്കിൽ, यीशु आप पर और हम पर अगर है तो, മറിയോട് പറഞ്ഞതുപോലെ, മാർത്ത പറഞ്ഞതുപോലെ ഗുരു വന്നിട്ടുണ്ട്. मरिया को मार्ता जाकर बोला देखो गुरु आया है, പറഞ്ഞാൽ നമ്മളുടെ ജീവൻ വന്നു കഴിഞ്ഞു. इसका मतलब है हमारा जीवन आया है, നമ്മളുടെ രക്ഷ നമ്മുടെ അടുക്കിലെത്തിയിരിക്കുന്നു. आपकी उद्धार आपके पास आया है, നമ്മുടെ നിത്യ സന്തോഷത്തിന്റെ അവകാശം നമ്മുടെ അടുക്കിലെത്തിയിരിക്കുന്നു. अनंतकाल का खुशी का जो बात है जो हमारे पास आया है। ഇന്ന് രാത്രി അവൻ നിന്നെ വിളിക്കുന്നു. आज रात को वो वचन आपको कहता है वो तुम्हें पुकार रहा है। യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ ഒന്നുണ്ട്. यीशु पर विश्वास किया हुआ आपको दूसरे को बोलने के लिए एक बहुत बड़ी बात आपके पास है। അത് യേശു നിന്നെ വിളിക്കുന്നു. आप उनको ये बोल सकता है देखो यीशु तुम्हें भी पुकार रहा है, നിന്നെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടത്തുവാൻ, हमेशा की मृत्यु से नया जीवन में आने के लिए। ലോകമേ നിന്റെ മരണ ഭയത്തിൽ നിന്നും ജീവനിലേക്ക് നിന്നെ വിളിക്കുന്നു. ये दुनिया के लोगों जो मृत्यु के डर से हमेशा की जीवन में आने के लिए। ഈ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, प्रभु की सुसमाचार हमको याद दिलाता है। ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 45-ാം വാക്യം, यूहन्ना का सुसमाचार उसका 11 अध्याय 45वां वचन हमको ये बताता है, മറിയയുടെ അടുക്കൽ വന്ന പലരും അവനിൽ വിശ്വസിച്ചു. मरियम के पास आया हुआ बहुतेरे लोग यीशु पर विश्वास किया। അവൻ മാത്രമാണ് പുനരുത്ഥാനമെന്ന് അവർക്ക് കാട്ടിക്കൊടുത്തു. वही अकेला है पुनरुत्थान है करके उन्होंने उनको दिखाया। അവൻ മാത്രമാണ് ജീവൻ എന്ന് വെളിപ്പെടുത്തി. वही केवल है जीवन है करके उनको प्रकट कराया। എന്റെ സഹോദരങ്ങളെ, ഇന്ന് നാം വിശ്വസിക്കുവാനിടയായി തീർന്നത് കേവലമായ ഒരു നാമമല്ല. आज मेरे प्रभु के दासो दासियों आशीषो, आज आपने जो विश्वास करते जिसका उपासना करता है वो केवल एक नाम नहीं है, ചെറിയൊരു വിശ്വാസം ഏറ്റുപറച്ചിലുമല്ല. वो एक छोटे से विश्वास नहीं है, छोटे से अंगीकार नहीं है। നാം എന്നും അവനോടുകൂടെ ആയിരിക്കും. आप हमेशा हमेशा उनके साथ होगा। അവൻ പുനരുത്ഥാനം ചെയ്ത പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എങ്കിൽ, वो पुनरुत्थान होकर जी उड़कर परमेश्वर की दाहिने होकर अगर बैठा है तो നമ്മെയും അവനോടുകൂടെ അവൻ ഉയർപ്പിക്കും. आपको भी उनके साथ वो जिलाएगा। ഈ രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിടട്ടെ. आज रात को आपकी मन की दीवारों में प्रभु ये लिखने पाए, എന്റെയും നിങ്ങളുടെയും ഗുരു വന്നിട്ടുണ്ട്. आपका और मेरा गुरु आया हुआ है, അവൻ നമ്മെ വിളിക്കുന്നു. वो हमको बुला रहा है। ആ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്തോഷത്തോടെ മുഴക്കട്ടെ. वो सुसमाचार पवित्र आत्मा हालेलुया बड़े गहराई से हमको हालेलुया बताने पाए। ഈ വചനങ്ങളാൽ നമുക്ക് അന്യോന്യം ആശ്വസിപ്പിക്കാം. इस वचन के द्वारा हम एक दूसरे को शांति देने पाए। കർത്താവിന്റെ വചനം സഹോദരങ്ങളുമായി പങ്കിടുവാൻ കർത്താവിന്റെ ദാസൻ മുഖാന്തരമായി കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനും സാവകാശത്തിനുമായി കർത്താവിനോടും സഹോദരങ്ങളോടും നന്ദിയും കടപ്പാടുമുള്ളവരാണ് ഞങ്ങൾ. प्रभु का वचनों को आपके बीच में आज बांटने के लिए मुझे मौका मिला, मैं प्रभु को धन्यवाद करता हूँ। കർത്താവിന്റെ വചനം ജീവനും ചൈതന്യമുള്ളമായി ആ ദേശത്തൊക്കെയും അതിശക്തമായി കർത്താവ് വെളിപ്പെടുത്തുവാൻ സഹോദരങ്ങളെ കൊണ്ട് ദൈവം ഇടയാക്കി തീർക്കുമാറാകട്ടെ. प्रभु की वचन हमारी इस देश में जहां जहां पहुंचना है हर जगह पहुंचने के लिए प्रभु हरेक लोगों को ऊपर दया करने पाए। കർത്താവിന്റെ നിത്യമായ സകല അനുഗ്രഹങ്ങളും സകല ദൈവജനത്തോടും കൂടെ ഇരിക്കുമാറാകട്ടെ. हरेक जन के ऊपर प्रभु की आत्मा का हालेलुया अभिषेक होते रहने पाए। കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ പിന്നെയും നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കും. अगर प्रभु की इच्छा है तो फिर हम देखेंगे, बात करेंगे, वचन सुनेंगे।
എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. हर एक लोगों को प्रभु आशीष देने पाए. थैंक यू पास्टर जी, हमारे बीच में आकर प्रभु की श्रेष्ठ वचनों को बांटा. हम प्रार्थना करते हैं आपके लिए, प्रभु का दासी के लिए, बच्चों के लिए और आपकी मिनिस्ट्री के लिए प्रार्थना करते. प्रभु आपको बहुतायत से आशीष करने पाए. थैंक यू सर, थैंक यू.